ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീ സൂര്യ ആരോഗ്യ മന്ത്രത്തെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം മോക്ഷമാണെന്ന് ഭാരതീയ മഹർഷീശ്വരന്മാർ മനസ്സിലാക്കി. മോക്ഷം എന്നാൽ ജനന മരണ ചക്രത്തിൽ നിന്നുമുള്ള ശാശ്വതമായ മോചനം. നമ്മൾ ജനിക്കുന്നത് നമുക്ക് വാസനകൾ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്നത് ആ വാസനകൾക്കനുസരിച്ചുള്ള കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ കർമ്മം ചെയ്ത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നേടുന്നു. ഇങ്ങനെ നേടുന്ന ആഗ്രഹങ്ങളോടൊപ്പം പുതിയ വാസനകളും സമ്പാദിക്കുന്നു. അപ്പോൾ ജന്മം അവസാനിക്കുന്ന സമയത്ത് വാസനകൾ ശേഷിക്കുന്നു. ആ വാസനകളെ വീണ്ടും നമ്മൾ കർമ്മമാക്കി മാറ്റാനായിട്ട് ജനിക്കുന്നു. അങ്ങനെ കറങ്ങുന്ന ഈ ചക്രമാണ് ജനന മരണ ചക്രം. ഇതിൽ നിന്നും മോചനം നേടുന്നതാണ് മോക്ഷം. അത് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമാണ്. ഈ മോക്ഷം നേടാനായിട്ട് ഈ ജീവിതം തന്നെയാണ് നമുക്ക് മാർഗം എന്നും ഋഷീശ്വരന്മാർ മനസ്സിലാക്കി. അതായത് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് വേണം മോക്ഷത്തെ നേടാൻ. ജീവിതത്തെ ഉപേക്ഷിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടില്ല. അപ്പൊ മോക്ഷം എന്നതിന് നൈഷ്കർമ്മ്യം എന്നൊരു പ്രയോഗമുണ്ട്. കർമ്മമില്ലാത്ത ഭാവം എന്നൊരു അർത്ഥം അതിന് വരും. അപ്പൊ കർമ്മമില്ലാത്ത ഭാവമാണെന്ന് കരുതി കർമ്മത്തെ ഉപേക്ഷിച്ചാൽ നമുക്കത് കിട്ടില്ല. കാരണം കർമ്മം ബാഹ്യമാണ്. അത് ഉപേക്ഷിച്ചാലും അകത്ത് വാസനകൾ ശേഷിക്കും. വാസനകൾ ഉണ്ടെങ്കിൽ കർമ്മം ഉണ്ടായേ തീരൂ. അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഇരുന്നാലും ആ വാസനകൾ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഈ ജന്മം കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും കർമ്മത്തെ ഉപേക്ഷിച്ച് ജീവിതത്തെ ഉപേക്ഷിച്ച് നമുക്ക് മോക്ഷം നേടാൻ പറ്റില്ല. ജീവിതത്തിലൂടെ നമ്മൾ മോക്ഷത്തെ നേടണം. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ പരമലക്ഷ്യം മോക്ഷമാണെങ്കിലും ചതുർവിധ പുരുഷാർത്ഥ സങ്കല്പം മുമ്പിൽ വെച്ചിട്ടുള്ളത്. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിലെ അവസാനത്തെ ലക്ഷ്യമാണ് മോക്ഷം. നമ്മുടെ വാസനകൾക്കനുസരിച്ച് സഹജമായ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ധർമ്മത്തെ ആചരിക്കുന്നു. ആദ്യത്തെ പുരുഷാർത്ഥം. അങ്ങനെ ധർമ്മത്തെ ആചരിച്ചുകൊണ്ട് നമ്മൾ അർത്ഥത്തെ സമ്പാദിക്കുന്നു. ഇത് രണ്ടാമത്തെ പുരുഷാർത്ഥം. ആ അർത്ഥം, അതായത് ധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നു. ഇതാണ് കാമം അഥവാ മൂന്നാമത്തെ പുരുഷാർത്ഥം. അങ്ങനെ നിസ്സംഗമായിക്കൊണ്ട് ധർമാചരണം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ കർമ്മവാസനകൾ തീരുകയും ചെയ്യും. പുതിയ വാസനകൾ വരികയുമില്ല. അപ്പോൾ ക്രമേണ മനസ്സ് ശാന്തമാകും. നമുക്ക് പരമപദം, അതായത് മോക്ഷം എന്ന ഭാവം സിദ്ധിക്കും. നാലാമത്തെ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം അതുതന്നെയാണ്. അപ്പോൾ ജീവിതത്തിന്റെ പരമലക്ഷ്യം മോക്ഷമാണ്. അത് നേടാനായിട്ട് നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുകയും വേണം. ഇത് മഹർഷീശ്വരന്മാർ മനസ്സിലാക്കിയപ്പോൾ ഇതിന് ഏറ്റവും ആവശ്യമായ ഒരു ഗുണമായി അവർ കണ്ടത് ആരോഗ്യത്തെയാണ്. നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ, അതുപോലെ നല്ല ആയുസ്സുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കർമ്മവാസനകളെ നല്ല രീതിയിൽ ഇവിടെ തീർക്കാൻ സാധിക്കും. അപ്പോൾ വാസനകൾ പൂർത്തീകരിക്കാനുള്ള ആരോഗ്യം, അതായത് കർമ്മം ചെയ്യാനുള്ള ആരോഗ്യവും ഉണ്ടാവണം, സാവകാശവും അതായത് ആയുസ്സും ഉണ്ടാവണം. അതുകൊണ്ട് ഇതിന് വളരെയധികം പ്രസക്തി അവർ കൽപ്പിച്ചു. അപ്പോൾ ആരോഗ്യത്തെയും ആയുസ്സിനെയും വർദ്ധിപ്പിക്കാൻ, അതിനെ ദൃഢപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാനായിട്ട് അവർ പരിശ്രമിച്ചു. അങ്ങനെ അവരുടെ തപസ്സിന്റെ ഫലമായിട്ട് നമുക്ക് പലതും ലഭിച്ചു. ആയുർവേദം പോലത്തെ ശാസ്ത്രമൊക്കെ അങ്ങനെ ലഭിച്ചതാണ്. നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങളിൽ തന്നെ ഔഷധ ഗുണങ്ങളുള്ളവ ഏതൊക്കെയാണ്, അതെങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നെല്ലാം മനസ്സിലാക്കി, നമ്മുടെ ഭക്ഷണക്രമത്തെ എങ്ങനെയെല്ലാം ചിട്ടപ്പെടുത്താം എന്ന് മനസ്സിലാക്കി, ഏതെല്ലാം വ്യായാമങ്ങൾ ചെയ്താൽ, ഇപ്പൊ യോഗ തുടങ്ങിയതൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. ആ രീതിയിൽ ആരോഗ്യത്തെ, ആയുസ്സിനെ വർദ്ധിപ്പിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചു. ആ കൂട്ടത്തിൽ തന്നെ അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാർഗമാണ് മന്ത്രമാർഗം. മന്ത്രം ഉപാസിച്ചുകൊണ്ടും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനും ആയുസ്സിനെ നിലനിർത്താനും അവർ സാധിക്കുമെന്ന് മനസ്സിലാക്കി. അവർ ഋഷികളാണ്, മന്ത്രങ്ങളെ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ ആരോഗ്യദായകമായ പല മന്ത്രങ്ങളെയും അവർ ധ്യാനത്തിലൂടെ ദർശിച്ചു, അതിനെ ലോകത്തിൽ പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു മന്ത്രമാണ് ശ്രീ സൂര്യ ആരോഗ്യ മന്ത്രം. അതാണ് നമ്മൾ ഇന്നിവിടെ ധ്യാനിക്കാൻ പോകുന്നത്. മനനാത് ത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് കൊണ്ട് അതിനെ മന്ത്രം എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനെ മനനം ചെയ്യുമ്പോൾ നമുക്ക് ഈ മന്ത്രം രക്ഷയെ നൽകും. ഏത് പ്രകാരമുള്ള രക്ഷയാണെന്നുള്ളത് ആ മന്ത്രത്തിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഇവിടെ ഈ മന്ത്രം ഉപാസിക്കുന്നത് സൂര്യനെയാണ്. എന്തിനു വേണ്ടിയാണ്? ആരോഗ്യത്തിനു വേണ്ടിയാണ്. അപ്പോൾ ഈ മന്ത്രം ജപിച്ചാൽ സൂര്യന്റെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കും. തദ്വാര ആരോഗ്യം നമുക്ക് ലഭിക്കും. അപ്പൊ അതിനു വേണ്ടിയുള്ള മന്ത്രമാണ്, എല്ലാവരും ജപിക്കേണ്ട മന്ത്രമാണ്.
അപ്പൊ നമുക്ക് ഈ മന്ത്രം ഒന്ന് ചൊല്ലി അതിലെ പദങ്ങളുടെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ സൂര്യ ആരോഗ്യ മന്ത്രം. ഓം നമഃ സൂര്യായ ശാന്തായ സർവരോഗനിവാരിണേ ആയുരാരോഗ്യമൈശ്വര്യം ദേഹി ദേവ ജഗത്പതേ. ഇതാണ് മന്ത്രം. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ഓം എന്നാണ്. പ്രണവം മംഗളവാചിയായ ശബ്ദമാണിത്. വേദസാരമാണ്, ലോകസാരമാണ്. ഈ മന്ത്രം ജപിക്കുന്നത് പരിശുദ്ധിക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരു ഭാഗത്ത് ഒരു ദേവതയെ പ്രതിഷ്ഠിച്ച് പൂജിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് ആ സ്ഥലത്തെ, ആ സ്ഥാനത്തെ വൃത്തിയാക്കുകയാണ്. അതിനെ പരിശുദ്ധമാക്കും. അങ്ങനെ പരിശുദ്ധമാക്കിയതിന് ശേഷം മാത്രമേ അവിടെ ദേവതയെ പ്രതിഷ്ഠിക്കുകയുള്ളൂ. ഇവിടെ മന്ത്രമാണ് നമ്മൾ ജപിക്കുന്നത്. ആ മന്ത്രദേവതയെ നമ്മുടെ മനസ്സിലാണ് നമ്മൾ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. അപ്പൊ മനസ്സിൽ ദേവതയെ ഇരുത്തുന്നതിന് മുമ്പ് ആ മനസ്സിനെ വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആ മനസ്സിലെ മാലിന്യങ്ങളെ മുഴുവൻ നീക്കി അതിനെ മംഗളപ്രദമാക്കുന്ന ഒരു മന്ത്രമാണ് ഓം. ഓം എന്ന് ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകും. എല്ലാ വാസനകളും താൽക്കാലികമായി അടങ്ങും. മനസ്സിന് നല്ല വൃത്തിയുണ്ടാവും. അങ്ങനത്തെ മനസ്സിൽ വേണം മന്ത്രം ജപിക്കാൻ, ദേവതയെ പ്രതിഷ്ഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാ മന്ത്രങ്ങൾക്ക് മുമ്പും ഓം എന്ന് ഉച്ചരിക്കുന്നത് പതിവാണ്. ഇവിടെയും ഓം എന്ന് ഉച്ചരിക്കുന്നു. ഓം എന്ന് ജപിക്കുമ്പോൾ ആ മനഃശുദ്ധിയെ നമുക്ക് ഭാവത്തിൽ കാണാൻ സാധിക്കണം. ഓം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു നമഃ. നമസ്കാരമാണ്. നമഃ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ സമർപ്പണമാണ്, നമ്മുടെ ബോധത്തിന്റെ സമർപ്പണമാണ്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആർക്ക്? ഏതൊരു ദേവതയെയാണോ ഇവിടെ ഉപാസിക്കാൻ പോകുന്നത് ആ ദേവതയ്ക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കാരണം ആ ദേവതയുടെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ നിലനിൽപ്പെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എൻ്റെ ആ തിരിച്ചറിവാണ് എൻ്റെ സമർപ്പണം. ഞാനല്ല എല്ലാം ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നവൻ മറ്റൊരുത്തനാണ്. അവൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ പ്രവൃത്തികൾ നടക്കുകയാണ്. ആ ഒരുവനെ, ആ ഒരു തിരിച്ചറിവിലൂടെ ഞാൻ സമർപ്പിതനായി ഭവിക്കുന്നു എന്നുള്ള ഭാവമാണ് നമഃ എന്ന ശബ്ദത്തിന്. അപ്പോൾ ഓം നമഃ. സൂര്യായ, സൂര്യനായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. സൂര്യൻ സാമാന്യമായ അർത്ഥം നമുക്കൊക്കെ അറിയാം. സൂര്യദേവൻ, ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്നവൻ. അതുകൊണ്ട് അദ്ദേഹം സൂര്യനാണ്. ആ പദത്തിന് അർത്ഥം തന്നെ പറയുന്നത് സരതി ആകാശേ സുവതി കർമ്മണി ലോകം പ്രേരയതി വാ എന്നാണ്. സരതി ആകാശേ, ആകാശത്തിലൂടെ ഇങ്ങനെ ഗമിക്കുന്നു. അതുപോലെ സുവതി, ലോകത്തെ ജനിപ്പിക്കുന്നു, പ്രസവിക്കുന്നു. കർമ്മണി ലോകം പ്രേരയതി വാ, കർമ്മത്തിൽ ലോകത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സൂര്യൻ എന്ന് ആ ഭഗവാനെ വിളിക്കുന്നു. അപ്പോൾ ആകാശത്തിലൂടെ ഇങ്ങനെ ഗമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജ്വാലയിൽ നിന്നാണ് പ്രകാശം ഉണ്ടാകുന്നത്, ലോകം ഉദ്ഭവിക്കുന്നത് അതിൽ നിന്നാണ്. ആ ലോകം കർമ്മത്തിൽ പ്രേരിതമായി പ്രവർത്തിക്കുന്നതും ആ സൂര്യന്റെ സാന്നിധ്യത്തിലാണ്. സൂര്യൻ മറയുന്ന സമയത്ത് കർമ്മമെല്ലാം അവസാനിച്ച് എല്ലാവരും വിശ്രമിക്കുന്നു. അതുകൊണ്ട് സൂര്യൻ എന്ന് ആ ദേവതയെ വിളിക്കുന്നു. ആ ദേവതയ്ക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി സൂര്യൻ എന്ന് പറയുന്നതിനെ സൂക്ഷ്മമായി നോക്കിയാൽ നമ്മുടെ അകത്തുള്ള ഹൃദയാകാശം, ചിതാകാശം എന്ന് പറയും, അവിടെ വസിക്കുന്നവനാണ്. അപ്പോൾ അവിടെ ശോഭിക്കുന്ന ചൈതന്യമാണ്. അവിടെ നിന്നും നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് സുവതി, അങ്ങനെ ജനിപ്പിച്ചുകൊണ്ട് അവയിൽ നിന്നും നമുക്ക് പലതിനെയും കാട്ടിത്തരുന്നു. അപ്പൊ ലോകത്തെ ജനിപ്പിക്കുന്നവൻ എന്നർത്ഥം വന്നു. കാരണം നമ്മൾ ലോകത്തെ കാണുന്നത് നമുക്ക് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ്. അതിനെ പ്രേരിപ്പിക്കുന്നതാകട്ടെ ഹൃദയാകാശത്തിലുള്ള സൂര്യനാണ്, ആത്മാവാണ്. അങ്ങനെ ലോകത്തിൽ നമ്മൾ ലോകം കാണുമ്പോൾ വാസനയ്ക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പൊ കർമ്മം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അകത്ത് ശോഭിക്കുകയും നമുക്ക് ഇന്ദ്രിയങ്ങൾ തുടങ്ങിയിട്ടുള്ളവ പ്രദാനം ചെയ്യുകയും അതിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നവനായതുകൊണ്ട് ആത്മാവിനെ സൂര്യൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ചൈതന്യമാണ് സൂര്യൻ. രണ്ട് രീതിയിലും ഈ ഉപാസന നടത്താം. ബാഹ്യമായി നമ്മുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന, എല്ലാ ദിവസവും ഉദിക്കുന്ന, അവസാനം അസ്തമിക്കുന്ന, നിത്യം ആ ചക്രം തുടരുന്ന ആ സൂര്യഭഗവാനെ നമുക്ക് ഉപാസിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ശോഭിക്കുന്നവനായ ആ സൂര്യഭഗവാനെ നമുക്ക് ഉപാസിക്കാം. സൂർ എന്ന ധാതുവിൽ നിന്നാണ് സൂര്യശബ്ദം ഉണ്ടാകുന്നത്. ആ ധാതുവിന്റെ അർത്ഥം നോക്കിയാൽ ഹിംസിക്കുക എന്നൊരർത്ഥമുണ്ട്.
അപ്പൊ ഹിംസിക്കുന്നവനാണ് സൂര്യൻ. ഇപ്പൊ ബാഹ്യമായി നോക്കിയാൽ അന്ധകാരത്തെ വധിക്കുന്നവൻ, പ്രകാശത്താൽ അന്ധകാരത്തെ ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നവൻ, അതുകൊണ്ട് സൂര്യനാണ്. അകത്ത് നോക്കിയാൽ ബോധത്തെ നൽകിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ രോഗസാധ്യതകളെയും ഹിംസിക്കുന്നവൻ, അകത്ത് ആത്മഭാവത്തിൽ ശോഭിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യത്തെ നൽകുന്നവൻ. കാരണം ഇവിടെ നമ്മുടെ ശത്രുക്കളെയാണ് ഭഗവാൻ ഹിംസിക്കുന്നത്. നമ്മൾ ഇവിടെ ആരോഗ്യത്തിനു വേണ്ടിയാണ് ഉപാസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് രോഗങ്ങൾ തന്നെയാണ്. ആ രോഗങ്ങളെ ഹിംസിക്കുന്നവനായതുകൊണ്ട് സൂര്യൻ. സൂര്യധാതുവിന് ഉറപ്പിക്കുക എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളുടെ സ്ഥാനത്തും മനസ്സിനെ മനസ്സിന്റെ സ്ഥാനത്തും ബുദ്ധിയെ ബുദ്ധിയുടെ സ്ഥാനത്തും ഉറപ്പിച്ചു നിർത്തുന്നത് അകത്തുള്ള ആത്മാവാണ്. അതുകൊണ്ട് ഉറപ്പിക്കുന്നവനായതുകൊണ്ട് സൂര്യനാണ്. ബാഹ്യമായി നോക്കുകയാണെങ്കിൽ ആ സൂര്യൻ അവിടെ ജ്വലിക്കുന്നത് കൊണ്ടാണ് ഗ്രഹങ്ങൾക്കൊക്കെ നിൽക്കാൻ സാധിക്കുന്നത്. സൂര്യന്റെ ആ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ളിന്റെ ഒരു സ്വാധീനത്തിലാണ് ഗ്രഹങ്ങൾ അതിനു ചുറ്റും കൃത്യമായ പാതയിലൂടെ കറങ്ങുന്നത്. അപ്പോൾ എല്ലാത്തിനെയും അതത് സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളത് സൂര്യനാണ്. അതുകൊണ്ട് സൂര്യൻ എന്ന ധാതുവിൽ നിന്നും ഉറപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സൂര്യൻ എന്ന അദ്ദേഹത്തിന് പേര് വന്നിരിക്കുന്നു. അകത്ത് നോക്കിയാൽ ആത്മഭാവത്തിൽ ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അതത് സ്ഥാനത്ത് നിർത്തുന്നവൻ. അവർ അവരുടെ സ്ഥാനത്ത് നിന്ന് വ്യവഹരിച്ചാൽ നമ്മുടെ ജീവിതം സുന്ദരമാകും. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രകാരത്തിൽ ഈ ഉപാസനയെ നടത്താം. സൂര്യഭഗവാനെ നേരിട്ടും ഉപാസിക്കാം, കണ്ണടച്ചുകൊണ്ട് അകത്തുള്ള സൂര്യനെയും ഉപാസിക്കാം. കാരണം അവിടെ ജ്വലിക്കുന്ന ആ സൂര്യനും ആത്മാവ് തന്നെയാണ്. എല്ലാവരുടെയും ആത്മാവ് ഒന്ന് തന്നെയാണ്. അതിനെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ഈശ്വരന് ബിംബമായിട്ടാണ് നമ്മൾ സൂര്യനെ കാണുന്നത്. അതുകൊണ്ട് സൂര്യനിൽ ശോഭിക്കുന്നവനും എൻ്റെ ഉള്ളിൽ ശോഭിക്കുന്നവനും ഒരേ ചൈതന്യമാണെന്ന് മനസ്സിലാക്കി ആ ചൈതന്യത്തിന് നമസ്കാരം എന്ന രീതിയിൽ ഓം നമഃ സൂര്യായ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞു പറയുന്നു ശാന്തായ, ശാന്തനായിരിക്കുന്നവനാണ്. ബാഹ്യമായി നോക്കുകയാണെങ്കിൽ അദ്ദേഹം തപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ താപത്തിനുള്ളിൽ, ആ ഗംഭീരമായ ചലനത്തിനുള്ളിൽ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ നിശ്ചലതയുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം എന്നും നിശ്ചലമാണ്, ശാന്തമാണ്. അപ്പോൾ ഒരേ സമയം ലോകത്തെ പ്രേരിപ്പിക്കുന്നവനുമാണ്, എന്നാൽ സ്വയം ശാന്തനുമാണ്. അതുകൊണ്ട് ശാന്തായ. അകത്തേക്ക് നോക്കിയാലും ഈ അർത്ഥം വ്യക്തമാണ്. ഇന്ദ്രിയങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, മനസ്സ് ഇളകിക്കൊണ്ടേയിരിക്കുന്നു, ബുദ്ധി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരുടെ സാന്നിധ്യത്തിലാ? ആത്മാവിന്റെ സാന്നിധ്യത്തിലാ. എന്നാൽ ആത്മാവിന് എന്തെങ്കിലും ഇളക്കമുണ്ടോ? ഇല്ല. ഒരല്പം പോലും ഇളകുന്നില്ല, എപ്പോഴും ശാന്തമായിരിക്കുന്നു. ശാന്തി എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ പര്യായമാണെന്ന് പറയാം. കാരണം ആത്മാവ് തന്നെയാണ് ശാന്തി. അപ്പോൾ നമ്മൾ ശാന്തത അനുഭവിച്ചു, ശാന്തിയെ നേടി എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം നേടി എന്നാണ് അർത്ഥം. കാരണം ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും പരമമായ ശാന്തിയില്ല, താൽക്കാലികമായതേ ഉള്ളൂ. ആത്മാവിനാണ് ശാന്തിയുള്ളത്. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അടങ്ങുന്ന സമയത്ത് നമ്മൾ അകത്തുള്ള ആത്മാവിനെ അനുഭവിക്കുന്നു. അതിനെ നമ്മൾ ശാന്തിയായിട്ട് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ശാന്തായ. അപ്പൊ ഓം നമഃ സൂര്യായ ശാന്തായ സർവരോഗ നിവാരിണേ, എല്ലാ രോഗങ്ങളെയും നിവാരണം ചെയ്യിക്കുന്നവനെ. അപ്പൊ ബാഹ്യമായി നോക്കിയാൽ ഇവിടെ നമുക്ക് ആരോഗ്യം നൽകാൻ സൂര്യന് ഒരുപാട് പ്രവൃത്തികൾ സൂര്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സൂര്യനിൽ നിന്നും നമുക്ക് വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ്. അത് കുറഞ്ഞാൽ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. പോരാത്തതിന് സസ്യങ്ങൾക്കൊക്കെ പോഷകം നൽകുന്നു. നമുക്ക് ഭുജിക്കാനുള്ള അന്നമെല്ലാം ലഭിക്കുന്നത് സൂര്യൻ തപിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് പോഷണം ലഭിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആരോഗ്യസ്ഥിതിയെ നിലനിർത്താനായിട്ട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രോഗത്തെ അതുകൊണ്ട് ഇല്ലാതെയാക്കുന്നവനാണ് സർവരോഗ നിവാരിണേ. ഇനി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ദേഹത്തിന്റെ ധർമ്മത്തെ നിലനിർത്തുന്നു. അകത്ത് ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ഈ ദേഹം അതിന്റെ ധർമ്മത്തെ പാലിക്കുന്നത്. ആ ബോധം അവിടെ നിന്നും പിൻവലിഞ്ഞാൽ ഈ ശരീരം ജഡമായി ഭവിച്ചു. ധർമ്മം ശരീരം കൃത്യമായി പാലിക്കുന്ന സമയത്ത് ആരോഗ്യമുണ്ടാവും. താളാത്മകമായ പ്രവർത്തനം, ശരീരത്തിന്റെ, മനസ്സിന്റെ, ബുദ്ധിയുടെ, ഇന്ദ്രിയങ്ങളുടെ താളാത്മകമായ പ്രവർത്തനമാണ് ആരോഗ്യം. അപ്പൊ അകത്ത് ആത്മാവായിട്ട് ശോഭിക്കുമ്പോൾ ഇവിടെ ആരോഗ്യം ഉണ്ടാവും. അതുകൊണ്ട് സർവരോഗ നിവാരിണേ. ഇനി ബാഹ്യമായ രോഗങ്ങൾ നമ്മുടെ അകത്തേക്ക് വന്ന് നമ്മെ ഉപദ്രവിക്കുന്ന സമയത്ത് ആ രോഗങ്ങളെ മുഴുവൻ നിവാരണം ചെയ്യാനുള്ള ശക്തിയുള്ളവനാണ് ഭഗവാൻ സൂര്യനും അകത്തുള്ള ആത്മാവും. കാരണം സർവശക്തനാണ്.
എന്തും ചെയ്യാൻ, കാരണം കർത്തും അകർത്തും അന്യഥാ കർത്തും സമർത്ഥ ഈശ്വര എന്നാണ് പറയുക. ചെയ്യാനും ചെയ്യാതിരിക്കാനും മാറ്റി ചെയ്യാനും സാമർഥ്യമുള്ളവനാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് ഈശ്വരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആത്മഭാവത്തിൽ ശോഭിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്, സൂര്യഭാവത്തിൽ ശോഭിക്കുന്നതും ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ സർവരോഗ നിവാരിണേ. നമ്മൾ ഭഗവാന് പല വിശേഷണങ്ങൾ കൽപ്പിക്കുന്നു. ഇവിടെ എടുത്തു പറയുന്ന വിശേഷണം എല്ലാ രോഗങ്ങളെയും നിവാരണം ചെയ്യിക്കുന്നവനെ എന്നാണ്. കാരണം നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത് എല്ലാ രോഗങ്ങളുടെയും നിവാരണമാണ്. അപ്പോൾ ഈ ഒരു ഭാവത്തിൽ ഉപാസിക്കുമ്പോൾ ആ ഭാവത്തിലുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്നും ലഭിക്കും. അപ്പൊ ഓം നമഃ സൂര്യായ ശാന്തായ സർവരോഗ നിവാരിണേ ആയുരാരോഗ്യം ഐശ്വര്യം ദേഹി. ദേഹി എന്ന് പറഞ്ഞാൽ തന്നാലും. എന്താണ് തരേണ്ടത്? ആയുസ്, ആരോഗ്യം, ഐശ്വര്യം. എനിക്ക് എൻ്റെ കർമ്മങ്ങൾ പൂർണ്ണമാക്കാനുള്ള കാലയളവ് എത്രയാണോ അത് ലഭിച്ചാൽ മാത്രമേ ഇവിടെ എനിക്ക് മോക്ഷം ലഭിക്കൂ. കർമ്മം ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ജനിക്കണം. അതുകൊണ്ട് അല്ലയോ സൂര്യഭഗവാനെ, അകത്ത് ശോഭിക്കുന്ന ചൈതന്യമേ, എനിക്ക് ആയുസ്സിനെ നൽകിയാലും കർമ്മത്തെ പൂർത്തീകരിക്കാനുള്ള കാലയളവ് അത് എത്രയാണെന്ന് എനിക്കറിയില്ല. അങ്ങക്കെല്ലാം അറിയാം, ത്രികാലജ്ഞാനിയാണ് അങ്ങ്. അപ്പോൾ അത് മനസ്സിലാക്കി കൃത്യമായ ആ ആയുസ്സിനെ എനിക്ക് പ്രദാനം ചെയ്താലും. ആയുസ് മാത്രം ലഭിച്ചാൽ മതിയോ? പോരാ. ആയുസ് നല്ല ആരോഗ്യത്തോടു കൂടി പൂർത്തീകരിക്കാനും സാധിക്കണം. അപ്പോൾ മാത്രമേ ആയുസ്സിനെ ഉപയോഗപ്പെടുത്താൻ പറ്റൂ. രോഗമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആയുസ് മാത്രം പോരാ, ആരോഗ്യവും വേണം. അപ്പൊ ആയുസ് തരൂ, ആരോഗ്യം തരൂ. അങ്ങനെ ആയുസ്സും ആരോഗ്യം തന്നാൽ ഒപ്പം തന്നെ ഐശ്വര്യത്തെ തരൂ. ഈശ്വരനുള്ള ഭാവമാണ് ഐശ്വര്യം. അപ്പോൾ ഐശ്വര്യം തരൂ എന്നിവിടെ പറഞ്ഞാൽ ആയുസ്സും ആരോഗ്യവും ലഭിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാൻ, ഭരിക്കാൻ എൻ്റെ ബുദ്ധിക്ക് സാധിക്കണം. ബുദ്ധി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നല്ല രീതിയിൽ ഭരിച്ചാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. മനസ്സിന് പല വഴിക്ക് ഒഴുകാനുള്ള സ്വഭാവമുണ്ട്. അത് പല വഴിക്കും ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് യുക്തിയിലൊന്നും അധിഷ്ഠിതമല്ല. ബുദ്ധിക്ക് പക്ഷെ യുക്തിയുണ്ട്. അപ്പോൾ ബുദ്ധി ഈശ്വര ഭാവത്തെ നേടിയാൽ, മനസ്സിനെ ഭരിക്കുന്ന ഭാവത്തെ നേടിയാൽ കൃത്യമായി മോശമായ ചിന്തകൾ ഏതെന്ന് മനസ്സിലാക്കി അതിനെ അകറ്റുകയും നല്ല ചിന്തകൾ ഏതെന്ന് മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. ആ ഒരു ഭാവം കിട്ടാനാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഐശ്വര്യം നമുക്ക് അകത്തുണ്ടായാൽ പുറത്തും സ്വാഭാവികമായും ഐശ്വര്യം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആന്തരികവും ബാഹ്യവുമായ ഐശ്വര്യത്തെ നൽകിയാലും ആയുരാരോഗ്യം ഐശ്വര്യം ദേഹി, ഇത് തന്നാലും. ഇതിനു വേണ്ടിയാണ് ഞാൻ അങ്ങയെ വിളിക്കുന്നത്, ധ്യാനിക്കുന്നത്. അങ്ങ് സർവരോഗ നിവാരണനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആയുരാരോഗ്യം ഐശ്വര്യത്തെ ഞാൻ ചോദിക്കുന്നു. ദേവ, ദാനം കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഇവിടെ എടുക്കാം. അപ്പൊ എന്ത് ചോദിച്ചാലും അത് നൽകുന്നവനാണെന്ന്, അതിനുള്ള ശക്തിയുണ്ട്, മനസ്സുമുണ്ട് അങ്ങയ്ക്ക്. അതുകൊണ്ട് സൂര്യഭഗവാനെ, എനിക്ക് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകിയാലും. അകത്തുള്ള ആത്മഭാവത്തിൽ ശോഭിക്കുന്ന ചൈതന്യമേ, എനിക്ക് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകിയാലും. ഇനി ദേവശബ്ദത്തിന് പ്രകാശിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ അകത്ത് ആത്മാവായി പ്രകാശിക്കുന്നവനെ എനിക്ക് ആയുരാരോഗ്യം ഐശ്വര്യം നൽകിയാലും. പുറത്ത് സൂര്യനായി പ്രകാശിക്കുന്നവനെ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകിയാലും. ക്രീഡിക്കുന്നവൻ എന്നർത്ഥം ദേവശബ്ദത്തിനുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ പലതായി സ്വയം ക്രീഡിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിലുള്ള ചൈതന്യമേ, എൻ്റെ അകത്താത്മാവായും സൂര്യനിൽ സൂര്യദേവനായും ശോഭിക്കുന്നത് നീ തന്നെയാണ്. അങ്ങനെ ക്രീഡിച്ചു കൊണ്ടിരിക്കുന്നവനെ എനിക്ക് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകിയാലും. ഇതാണ് പ്രാർത്ഥന. ദേഹി ദേവ ജഗത്പതേ. ജഗത്തിന്റെ പതിയായിരിക്കുന്നവനാണ് അങ്ങ്. ജഗത്ത് എന്ന ശബ്ദം പ്രപഞ്ചം എന്ന അർത്ഥമാണ്. സൂക്ഷ്മമായി പറയുകയാണെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ അത് എപ്പോഴും ചലനാത്മകമാണ്. അതുകൊണ്ട് അതിനെ ജഗത്ത് എന്ന് വിളിക്കുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പതിയാണ് അങ്ങ്. ഈ ലോകത്തിൽ എല്ലാം ചലിക്കുന്നത് ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. ചൈതന്യമില്ലെങ്കിൽ ചലനമില്ല. അപ്പോൾ ആ ഊർജമായി എല്ലാത്തെയും പ്രവർത്തിപ്പിക്കുന്നവൻ അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് ജഗത്പതിയാണ്. അപ്പോൾ അവിടെ സൂര്യന്റെ അകത്തിരുന്നു കൊണ്ട് സൂര്യനെ തപിപ്പിക്കുന്നവൻ, അതുകൊണ്ട് ലോകത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നവൻ എന്ന അർത്ഥവും, അകത്ത് ആത്മഭാവത്തിൽ ഇരുന്നു കൊണ്ട് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നവൻ, മനസ്സിനെ ചലിപ്പിക്കുന്നവൻ, ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുന്നവൻ, അതുകൊണ്ടും ജഗത്പതി. അപ്പൊ അവരൊക്കെ ചലിക്കുന്നത് അകത്താത്മാവുള്ളത് കൊണ്ടാണ്.
അപ്പോൾ ആയുരാരോഗ്യം ഐശ്വര്യം ദേഹി ദേവ ജഗത്പതേ. ഇതായിരുന്നു സൂര്യ ആരോഗ്യ മന്ത്രം. ഒന്നും കൂടി അത് ജപിക്കാം, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓം നമഃ സൂര്യായ ശാന്തായ സർവരോഗ നിവാരിണേ ആയുരാരോഗ്യമൈശ്വര്യം ദേഹി ദേവ ജഗത്പതേ. ഈ മന്ത്രത്തെ പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധമായി, ഒന്നെങ്കിൽ സൂര്യന് അഭിമുഖമായിട്ട്, സൂര്യഭഗവാനെയാണ് ഉപാസിക്കുന്നതെങ്കിൽ സൂര്യന് അഭിമുഖമായി നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഈ മന്ത്രത്തെ ജപിക്കുക. ചുരുങ്ങിയത് 3 തവണയെങ്കിലും ജപിക്കുക. മനസ്സിൽ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് സാധിക്കുന്നില്ലെങ്കിൽ ഉറക്കെ ജപിക്കാം. അങ്ങനെ ജപിക്കുന്ന സമയത്ത് പരമാവധി അർത്ഥവും ചിന്തിക്കുക. അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഭാവം കൊണ്ടുവരുത്തി ജപിക്കുക. അങ്ങനെ ജപിക്കുമ്പോൾ ഫലം പെട്ടെന്ന് കിട്ടുമെന്നാണ്. അപ്പോൾ ബാഹ്യമായി ഉപാസിക്കുകയാണെങ്കിൽ സൂര്യനെ അഭിമുഖമായിട്ട്, അതായത് കിഴക്കോട്ട് നോക്കി, കാലത്ത് കിഴക്കോട്ട് നോക്കിയിട്ട്, അതല്ലെങ്കിൽ അകത്താണെങ്കിൽ നമ്മുടെ പൂജാമുറി എവിടെയാണ് നമ്മൾ നിത്യം ജപിക്കുന്നത് ആ സ്ഥാനത്ത് പ്രഭാതത്ത് വന്ന് കുളിച്ച് ശുദ്ധമായി അകത്ത് കണ്ണടച്ചുകൊണ്ട് അകത്തുള്ള ചൈതന്യമാണ് സൂര്യൻ എന്ന് മനസ്സിലാക്കി ആ രീതിയിലും ഉപാസിക്കാം. കാരണം 2 ഉപാസനയും ഒരേ സ്ഥാനത്താണ് എത്തുന്നത്. കാരണം സൂര്യനെ ഉപാസിക്കുമ്പോഴും സൂര്യന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ വിളിക്കുന്നത്, അകത്തേക്ക് നോക്കിയാലും അതേ ആത്മാവിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ശ്രദ്ധയോടുകൂടി ഈ മന്ത്രം ജപിച്ചാൽ ഉറപ്പായും സൂര്യന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. തദ്വാര ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉറപ്പായും ലഭിക്കും. അപ്പം അതിനുള്ള ഭാഗ്യം ആ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരും സാധിക്കുന്നിടത്തോളം ഇത് ജപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ ഭഗവാൻ സൂര്യദേവന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അകത്താത്മാവായി ശോഭിക്കുന്ന ആ ചൈതന്യത്തിന് നമസ്കാരം. ഓം നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഹരി ഓം.